എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സുൽത്താൻ, ഞാൻ റിസ്വാൻ, ഞാൻ സൽമാൻ. ഇന്ന് അമ്മയല്ല വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ മൂന്നുപേരാണ് 3 റെസിപ്പികളായിട്ട് വന്നിരിക്കുന്നത്. ഈ റെസിപ്പി എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വലിയ സംഭവം നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചുണ്ടാക്കാവുന്ന വളരെ നമുക്ക് നോമ്പിന് ആവശ്യമായ 3 റെസിപ്പികളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. പിന്നെ വേറൊരു കാര്യം, ഇപ്രാവശ്യം നമ്മുടെ 3 മുഖം നോക്കാതാണ് നിങ്ങൾ അഭിപ്രായം പറയേണ്ടത്. നിങ്ങൾ നമ്മുടെ 3 റെസിപ്പികൾ വിലയിരുത്തിയിട്ട് 3 റിവ്യൂ നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് ഇട്ടാൽ വളരെ ഉപകാരമായിരിക്കും. എന്താ നിന്നെ കാണുമ്പോൾ ഭയങ്കര സ്മാർട്ടെന്നും നിന്റെ ചിരി ഭയങ്കര ക്യൂട്ടെന്നൊക്കെ പറഞ്ഞോടല്ലേ എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ അതല്ല നമുക്ക് വേണ്ടത്. ഇപ്രാവശ്യം നമ്മുടെ റെസിപ്പികളുടെ വിലയിരുത്തലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് റെസിപ്പി നോക്കിയാലോ. എന്നിട്ട് സലു പ്ലസിലെ വീഡിയോ മറക്കില്ല എല്ലാരും. അതെ, സുലൈമാനും ജഗ്ഗു സാറൊക്കെ സ്റ്റാർ ചെയ്യുന്ന ഒരു അടിപൊളി ഷോർട്ട് ഫിലിം പോലത്തെ ഒരു കമ്പൈലേഷൻ കോമഡി റിസ്വാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണെന്നുള്ളത് നിങ്ങൾ സലു പ്ലസിൽ പോയി നോക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ പരിചയപ്പെടണമെന്ന് ആവശ്യമില്ലല്ലോ. ഞാൻ സുലൈമാൻ, അല്ല റിസ്വാൻ. ആ എപ്പിസോഡ് നിങ്ങൾ സലു പ്ലസിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾ കാണുക, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എന്തായാലും ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഡിഷ് ആണെന്ന് ചോദിച്ചാൽ വെറൈറ്റി ഡിഷ് അല്ല, പക്ഷെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ബ്ലെൻഡറും മിക്സി ഇല്ലാതെ. അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ബാക്കിയുള്ളവരായിട്ട് എന്നെ കമ്പയർ ചെയ്യല്ലേ. എന്റെ ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആണ്. അപ്പൊ റെസിപ്പിയിലോട്ട് പോവാം. അപ്പൊ ഇത് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ളത് നല്ല തണുത്ത റെഡ് വാട്ടർമെലണും ഇത് മിക്സ് ചെയ്യുമ്പോൾ 1-2 ഇൻഗ്രീഡിയൻസും അത് ഞാൻ മിക്സ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ മിക്സിയോ ബ്ലെൻഡറിന്റെ ആവശ്യമില്ല. ഞാൻ അതിന്റെ പകരം എടുത്തിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഗ്രേറ്റർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വലിയ സൈഡ് എടുത്തിട്ട് നമ്മുടെ നല്ല തണുത്ത റെഡ് വാട്ടർമെലൺ എടുത്തിട്ട് നമ്മൾ ഇത് ഗ്രേറ്റ് ചെയ്യണം. ഇങ്ങനെ കൈയൊന്നും മുറിയാതെ നോക്കണം. കണ്ടാ, എല്ലാം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യണം. കണ്ടാ, എൻ്റെ കയ്യിലൊക്കെ നല്ല തണുപ്പ് തോന്നി. വാട്ടർമെലൺ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് കിട്ടും. നല്ല ഈസി പ്രോസസ്സാണ്. ബ്ലെൻഡറിലൊക്കെ ആണെങ്കിൽ ഈ കുരുവൊക്കെ ഭയങ്കരമായിട്ട് ഇതാവും, ഗ്രൈൻഡ് ആയി പോവും. അപ്പൊ ഇതാണെങ്കിൽ കുരു ഒന്നും വരൂല. നോക്കിക്കോ, നിങ്ങൾ എല്ലാം പയ്യെ ഇരുന്ന് കാണുക. അപ്പൊ ഇങ്ങനെ നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഭയങ്കര സിമ്പിൾ ആണ്. ബ്ലെൻഡറിന്റെ ആവശ്യമില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടോ? അപ്പൊ ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്നത് ഒരു സ്ട്രെയിനർ ആണ്. ഇനി നമുക്ക് ഈ കുരുവും ബാക്കിയുള്ള ഹാർഡ് പീസ് എല്ലാം സ്ട്രെയിൻ ചെയ്തെടുക്കാം. പയ്യെ ഒഴിക്കുക, ഫുള്ള് ഒഴിച്ചോളൂ. എന്നിട്ട് ഇനി നമുക്ക് സ്ട്രെയിൻ ചെയ്യാം. ഇത് നല്ല വൃത്തി പ്രസ് ചെയ്ത് ഇതിന്റെ കംപ്ലീറ്റ് ജ്യൂസ് എടുക്കണം നമ്മള്. നന്നായിട്ട് എടുക്കണം. അപ്പൊ അതായും തോന്നുന്നു. അപ്പൊ നമുക്കിനി ഇത് മാറ്റാം. അപ്പൊ ഇനി ഇത് നമ്മൾ വേറെ ജഗ്ഗിലോട്ട് മാറ്റാം. അപ്പൊ നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാൻ എളുപ്പമായിരിക്കും. ആണോ? അപ്പൊ ഇതിനൊരു എനർജറ്റിക് ഫീലിംഗ് വരാൻ വേണ്ടി ഞാൻ 2 സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഇടാൻ പോവാണ്. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര കുറച്ച് ഉപ്പ്. കണ്ടോ? അതൊരു പഞ്ച് ഫീലിംഗ് വരാൻ വേണ്ടിയും ഭയങ്കര കുറച്ച് പെപ്പറും, ആ ഒരു കിക്ക് ഫീലിംഗ് വരാൻ വേണ്ടി. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നോമ്പ് കുറിക്കാൻ നേരത്ത് കുടിച്ചാ നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ ഇപ്പോഴേ നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർമെലൺ ജ്യൂസ് അല്ലേ. നമ്മൾ സാധാരണയാണെങ്കിൽ മറ്റേ സീഡൊക്കെ വന്ന് ഒരു ഇതാവും. അപ്പൊ ഇതാണെങ്കിൽ നല്ല ക്ലിയർ ആണ്. ഓൾറെഡി ഈ വാട്ടർമെലണിന് നല്ല തണുപ്പുണ്ട്. എന്തായാലും കുറച്ച് ഐസ് ക്യൂബ് ഇടുകയാണ്. ഇനി നമുക്ക് ഈ ഡ്രിങ്ക് 2 ഗ്ലാസ്സിലോട്ട് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലോട്ട് സ്ലൈസ്ഡ് ലെമൺ ഒന്നൊന്നായിട്ട് വെച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ സ്ട്രോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഡെക്കറേഷന് വേണ്ടി ഞാൻ ഈ സ്കൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടർമെലൺ ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കുക. കണ്ടോ? നിങ്ങളുടെ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യുക. എന്നിട്ട് ഇതാ ഗ്ലാസ്സിലോട്ട് വെക്കാം. ഇതുപോലെ തന്നെ മറ്റേ സ്ട്രോവും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഇതും അതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കും വെക്കാം. ഇനി നമ്മുടെ തണുത്ത ഡ്രിങ്ക് നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലോട്ട് നമുക്ക് ഒഴിക്കാം.
ആണോ? പെർഫെക്റ്റ്. അപ്പം ഞാൻ അതിൻ്റെ മുകളിലൊരു മിന്റ് ലീഫും കൂടി വെച്ചെടുക്കുകയാണ് ഡെക്കറേഷനിൽ. കണ്ട, ഞാൻ പറഞ്ഞ കളർഫുൾ ഡ്രിങ്ക് റെഡി ആയല്ലേ? അപ്പം എല്ലാവരും എന്തെന്ന് ട്രൈ ചെയ്യണം. ഈ നോമ്പിനെ എല്ലാവരും ട്രൈ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നമ്മൾ കമന്റ് ചെയ്യണം. ഓക്കെ? അപ്പം എല്ലാ റിസ്വാന്റെ റെസിപ്പി കണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ച എല്ലാവരുടെ വീട്ടിലും പറമ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യം വെച്ചൊരു ജ്യൂസ് ഉണ്ടാക്കാം. ചക്കയല്ല, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ കിച്ചണിലോട്ട് നോക്കിയപ്പം നല്ല പച്ച മാങ്ങ ഉണ്ടായിരുന്നു, അച്ചാറുണ്ടാക്കാൻ വേണ്ടി വെച്ചിരുന്നത്. പക്ഷെ ഇതാ പീൽ ചെയ്ത് വന്ന് നോക്കിയപ്പോ ഇതാ വിളഞ്ഞിരിക്കുന്ന മാങ്ങയാണ്. പക്ഷെ അത്ര വിളഞ്ഞിട്ടില്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ. അപ്പം ആദ്യം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതെന്ന് തോന്നുന്നു അത് ഇഞ്ചി, ചെറിയ പീസ് ഇഞ്ചി. മാങ്ങയൊക്കെ ഞാൻ കട്ട് ചെയ്ത്, പക്ഷെ ഞാൻ ഇപ്പം അതിന് ചെറുതാക്കി മിക്സിയിൽ അടിക്കാൻ എളുപ്പത്തിന് വേണ്ടി ചെറുതായി കട്ട് ചെയ്യണം. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തോണ്ട് ഇനി നമുക്ക് ഇഞ്ചിയുടെ കുറച്ച് ചെറുതാക്കി ഇടാം. ഇതാ ഇത്ര ഇഞ്ചി മതി. ഞാൻ ഒരു ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത മാങ്ങകൾ ഇട്ട് കൊടുക്കാം. മാങ്ങയും പിന്നെ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇത്ര മതി. പിന്നെ ഇതിലേക്ക് വെള്ളം. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ച ശേഷം പിന്നെ ബാക്കി ആവശ്യത്തിന് നമുക്ക് ഒഴിക്കാം. ഇത് നമുക്കിനി ഒന്ന് അടിച്ചെടുക്കാം. ആദ്യം നമുക്ക് പൾസ് ചേർക്കാം. ഇതാ ഇതിവിടെ നല്ല അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 2 തട്ട് ഐസോടെ ഇട്ടിട്ട് അടിച്ചെടുക്കാം. നേരത്തെ ഇതുപോലെ പൾസ് ചെയ്തെടുക്കാം. നമ്മുടെ ജ്യൂസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിനി അരിച്ചെടുക്കാം. നമ്മൾ ഫുൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി നമ്മുടെ സെർവിങ് ഗ്ലാസ്സിലോട്ട് സെറ്റ് ചെയ്യാം. അപ്പം ആദ്യം തന്നെ ഞാൻ ഇവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നടുവേ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നമ്മുടെ 2 ഗ്ലാസ്സിലോട്ടും വെച്ചു. ഇതിലേക്ക് ഇനി നമുക്ക് ക്രഷ് ചെയ്ത ഐസ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഗ്ലാസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് നല്ലോണം ഇളക്കിയിട്ട് വേണം ഒഴിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ജ്യൂസ് നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ റിഫ്രഷിംഗ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ നോമ്പ് സമയത്ത് നല്ല ഉന്മേഷം തരുന്ന ഡ്രിങ്ക് ആണ്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലും കൊടുക്കണം. അപ്പം നമുക്ക് ഇനി അടുത്ത ഇക്കാടെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം നിങ്ങളിപ്പം ബാക്കി 2 പേരുടെ റെസിപ്പി കണ്ടല്ലോ. ഇപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ആ 2ൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതൊരു കൂളറാണ്. അതായത് ഇത് കുടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ദേഹവും മനസ്സും ഒക്കെ ഒന്ന് തണുക്കും. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയാലോ. ഈ അടിപൊളി ഡ്രിങ്കിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 2 ഇൻഗ്രീഡിയൻസ് മതി. അതായത് മാങ്ങയും തൈരുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്, വേറെ ഒന്നും വേണ്ട. പിന്നെ മധുരം, ഇപ്പം മാങ്ങ മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര വേണം. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മിന്റ് ലീവ്സും കൂടെ എടുത്തിട്ടുണ്ട്. ആകെ ഇത്ര മാത്രം മതി. ശരിക്കും പറയുകയാണെങ്കിൽ ഈ മാങ്ങയും തൈരുമാണ് ഇതിലെ ഹീറോസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ഒരു മാങ്ങ ഇട്ട് കൊടുക്കാം. ഇത് 1 മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ തൈരിടാം. നല്ല കട്ടി തൈരാണ്. ഇത് തൈര് ഉണ്ടാക്കുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇപ്പോൾ 2 സ്പൂണ് തൈര്. ഇനി നമ്മുടെ മാങ്ങയുടെ മധുരം അനുസരിച്ചും നിങ്ങൾക്ക് ടേസ്റ്റ് എങ്ങനെയാണോ ആവശ്യമെന്നനുസരിച്ചും പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ് കേട്ടോ. ഇനി നമുക്കിത് അടിച്ചു കൊടുക്കാം. ഇപ്പം ഇതെല്ലാം നേരെ അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഗസ്ട്രോ ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പാല്.
പാല് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ഈ കുറുക്ക് എത്ര വേണോ അതനുസരിച്ച് ഞാനിവിടെ ഒരു ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പാലാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി നമുക്കിത് വീണ്ടും അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ലസ്സി റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇനി സെർവിങ് ഗ്ലാസ്സിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്ത് കൊടുക്കാനായിട്ട് മിൻറ്റ് ലീഫിൻ്റെ ഒരു ഭാഗം എടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നോമ്പ് ഉറക്കെ കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി മാംഗോ ലസ്സി റെഡിയാണ്. ഇത് നല്ലൊരു കൂളറാണ്. അതായത് നമ്മൾ നോമ്പ് കുടിക്കാത്ത ഇത് കുടിച്ചു കഴിഞ്ഞാൽ തൈരും കൂടെ ആയതുകൊണ്ട് നല്ല തണുപ്പമാണ്, പിന്നെ നല്ല എന്താ പറയുക ഭയങ്കര ഹെൽത്തിയും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പിയാണ് ബാക്കി 2 പേരുടെ കാട്ടിയും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് അതാണ് തോന്നുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.